നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മലയാളത്തിൽ ദൂരദർശൻ കേന്ദ്രം വരികയും പിന്നാലെ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ ജന്മം കൊണ്ട സമയത്ത് സ്ക്രീനിൽ വന്നുപോയ മുഖങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ നാമധേയക്കാരിൽ ശ്രദ്ധേയനായിരുന്നു സനൽ പോറ്റി. രാജശ്രീ വാര്യരുമായി ചേർന്ന് സനൽ പോറ്റി അവതരിപ്പിച്ച പുലർകാല പ്രോഗ്രാമുകൾ കണ്ടിട്ടുള്ളവരുടെ മനസ്സിൽ ഇത് മായില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല മധുരമുള്ള ശബ്ദം, വൃത്തിയുള്ള ഉച്ചാരണ ശുദ്ധിയുള്ള വർത്തമാനം, നല്ല പ്ലീസിങ് ആയിട്ടുള്ള അവതരണം, ഇതൊക്കെ ആകണം സനൽ പോറ്റിയെ പ്രിയങ്കരനാക്കിയത്. ബി ആർ പ്രസാദിനെ, അകാലത്തിൽ അന്തരിച്ച ബി ആർ പ്രസാദിനെ സ്ക്രീനിൽ കാണുമ്പോൾ, ടി വിയിൽ കാണുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ സനൽ പോറ്റിയെ ഓർക്കുമായിരുന്നു. രണ്ടുപേർക്കും ഒരുപാട് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. നല്ല പ്രശസ്തിയിൽ നിൽക്കുമ്പോൾ പോറ്റി അവതാരക പണി വിട്ടുപോയി എന്ന് തോന്നുന്നു. കളമശ്ശേരി SCMS കോളേജിലെ പബ്ലിക് റിലേഷൻ മാനേജരായിരുന്നു അവസാന കാലഘട്ടത്തിൽ. 55-ാം വയസ്സിൽ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച പോറ്റി വിട ചൊല്ലി. 2 വർഷത്തോളമായി കിഡ്നിയുടെ അപകടത്തിലായിരുന്നു. കിഡ്നികൾ എറണാകുളം മുഴുക്കുളം മാടവന മഠത്തിൽ പരമേശ്വരൻ പോറ്റിയുടെയും സാവിത്രി അന്തർജനത്തിൻ്റെയും മകനാണ്. ഭാര്യ അഭിനേത്രി കൂടിയായ മഞ്ജുശ്രീ നായർ. ധ്വനിയും ധാത്രിയുമാണ് മക്കൾ. നമ്മളിത് ചിത്രീകരിക്കുന്ന സമയത്ത് സനൽ പോറ്റിയെ അഗ്നി വിഴുങ്ങിയിരിക്കാം. ഗൾഫിൽ നിന്ന് മലയാളം റേഡിയോ അവിടെ ഒരുപാട് ജനശ്രദ്ധ നേടിയ അവതാരകനാക്കി പോറ്റിയെ. കൊച്ചി FM-ൽ നിന്ന് ഹലോ ജോയ് ആലുക്കാസ് എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകനായി. ഏഷ്യാനെറ്റിൻ്റെ സുപ്രഭാതത്തിലും ഉണ്ടായിരുന്നു. കൈരളിയിലും കുറേ കാലം പ്രവർത്തിച്ചു. ആൾഡ റേഡിയോയിൽ വന്ന പ്രഭാതഭേരി എന്ന് പറയുന്ന രാവിലെ 6-നോ 6:30-ക്കോ തുടങ്ങുന്ന പ്രഭാതഭേരി വലിയ ജനപ്രിയമായ പ്രോഗ്രാമായിരുന്നു. 55 വയസ്സ് എന്ന് പറയുമ്പോൾ മലയാളിക്ക് ചെറുപ്രായമാണ്. ആ കണക്കിൽ സനൽ പോറ്റിയുടെ വിയോഗം സഹിക്കാവുന്നതല്ല. പറക്കമുറ്റാത്ത 2 കുട്ടികളും അമ്മയും. കാലമല്ലേ, അവരങ്ങ് വളരും. പ്രിയപ്പെട്ട സനൽ പോറ്റിക്ക് ആദരാഞ്ജലികൾ നേരാം. നമസ്കാരം. എൻ്റെ പുസ്തക കൂമ്പാരത്തിൽ സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ ഏതിലെങ്കിലും വിജയ മൂവീസ് ബാബു സേവ്യറുടെ ഫോട്ടോ ദൂരെ നിൽക്കുന്നതെങ്കിലും ഉണ്ടോ എന്ന് തപ്പുകയായിരുന്നു ഞാൻ. ഈ സമയത്തിനൊരു കാര്യം തപ്പിയാൽ കിട്ടില്ല. അതാണ് എൻ്റെ പുസ്തക ശേഖരത്തിൻ്റെ കുത്തഴിഞ്ഞ അടുക്കി വച്ചിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ കാണും ബാബു സേവ്യറുടെ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കല്ലു ഡെന്നീസിനെ കുറിച്ചായിരുന്നല്ലോ, അതിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ തപ്പിയത്. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ 11 വർഷം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ക്ഷണക്കത്ത് എൻ്റെ കയ്യിൽ വന്ന് ചാടി. 11 വർഷം മുമ്പ് 2014 മംഗളം പ്രസിദ്ധീകരണങ്ങളുടെ അസോസിയേറ്റ് എഡിറ്ററും ചീഫ് എക്സിക്യൂട്ടീവുമായിരുന്ന അജന്താലയം അജിത് കുമാർ എന്ന പേരിൽ തുടങ്ങി അജിത് കുമാറായി മാറിയ, ഇപ്പോൾ 65-ാമത്തെ വയസ്സിലും ഊർജ്ജസ്വലനായി 24/7 മലയാളം എന്ന ചാനലിൻ്റെ, വാർത്താ ചാനലിൻ്റെ CEO ആയി പ്രവർത്തിക്കുന്ന സീനിയർ പത്രപ്രവർത്തകൻ 2007 മുതൽ ദൂരദർശനിൽ തുറന്ന മനസ്സോടെ എന്ന ടൈറ്റിലിൽ പലപ്പോഴും വിവാദത്തിന് തിരികൊളുത്താവുന്ന സമൂഹത്തിൽ പ്രശസ്തരായ പലരെയും അഭിമുഖം നടത്തുന്ന ഒരു പ്രോഗ്രാം വന്നു. തുറന്ന മനസ്സോടെ. അപ്പോൾ അറിയാലോ, തുറന്നാൽ മനസ്സ് തുറന്നാൽ എന്താവുമെന്ന്. നിരവധി പേരെ
ആർ അജിത് കുമാർ എന്ന അജന്താലയം അജിത് കുമാർ അഭിമുഖം നടത്തി. അതിൽ പൃഥ്വിരാജിനോട് അഭിമുഖം നടത്തുന്നതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചു, മദ്യപിക്കുമോ? പൃഥ്വിരാജല്ലേ ആള്, അയാൾ തുറന്നു പറഞ്ഞു, പിന്നെ ഞാൻ മദ്യപിക്കും. സത്യസന്ധമായിട്ട് അയാൾ പറഞ്ഞു, ഞാൻ മദ്യപിക്കും. ദൂരദർശൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഈ ചോദ്യം മാത്രമേ ദൂരദർശൻ കട്ട് ചെയ്ത് കളഞ്ഞുള്ളൂ. വ്യൂവർഷിപ്പ് കൂടിയ പ്രോഗ്രാമായിരുന്നു ദൂരദർശനിൽ തുറന്ന മനസ്സോടെ. പലരോടും ചോദിക്കാൻ വൈമനസ്യം തോന്നുന്ന ചോദ്യങ്ങളായിരുന്നു തുറന്ന മനസ്സിൽ അജന്താലയം ചോദിച്ചത്. ആലപ്പുഴ ജില്ലയിൽ നൂറനാട് അജന്താലയം വീട്ടിലാണ് അജിത് കുമാറിൻ്റെ ജനനം. സഹോദരിയുടെ പേര് അജന്ത എന്നായിരുന്നു. അതാണ് വീട്ടുപേരായി മാറിയത്, അജന്താലയം. അച്ഛൻ ജി രാഘവൻ പിള്ള, അമ്മ കെ ശാന്തമ്മ. ലീന റാണിയാണ് ഭാര്യ. അശ്വിൻ, അഞ്ജലി എന്നിവർ മക്കളും. അജിത് കുമാർ തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്ന കാലത്ത് നൂറനാട്ടുകാർക്ക് തലസ്ഥാനത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അജിക്കുട്ടനെ വിളിച്ചു പറയും. നാട്ടുകാരെല്ലാവരും അജിക്കുട്ട എന്നാണ് അജിത് കുമാറിനെ വിളിക്കുന്നത്. ഈ വിളിച്ചു പറയുന്നതിൽ പലതും ആശുപത്രി കേസുകളായിരിക്കും. വിളിച്ചു പറയല്ല, പോസ്റ്റ് കാർഡിൽ എഴുതിയിടുകയാണ് ചെയ്യുന്നത്. അജിക്കുട്ട, 4-ാം തീയതി രാവിലെ 8 മണിക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ വരും. നമുക്ക് RCCയിൽ പോകണം. അജിക്കുട്ട, 16-ാം തീയതി മെഡിക്കൽ കോളേജിൽ പോകണം നമുക്ക് എന്നൊക്കെ ആയിരിക്കും ഈ കാർഡിലൂടെ, പോസ്റ്റ് കാർഡിലൂടെ അറിയിക്കുന്നത്. അജിത് കുമാർ കൃത്യസമയത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്ന് കാത്തുനിന്ന് വന്നവരുമായി പോകേണ്ടിടത്തൊക്കെ പോകും. പിന്നെ അതല്ല, കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവരെ ബസ് കയറ്റി വിടും. ഇങ്ങനെ ഒരു നാൾ ഒരു കത്ത് വന്നു, 7-ാം തീയതി രാവിലെ വരണേ, നമുക്കൊന്ന് ഊളംപാറ വരെ പോകാം അല്ലേ? ഊളംപാറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കോഴിക്കോട്ടെ കുതിരവട്ടം പോലെ തന്നെ മാനസിക അസ്വാസ്ഥ്യമുള്ളവരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ്. നാടൻ ഭാഷ പറഞ്ഞ പ്രാന്തന്മാരുടെ ആശുപത്രി. മെൻ്റൽ സാനിറ്റോറിയം എന്നായിരുന്നു മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് മെൻ്റൽ ആശുപത്രിയായി മാറി. അവിടെ കൊണ്ടിടുന്ന രോഗികളിൽ ഭൂരിപക്ഷവും തിരിച്ചു പോകില്ല, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാൻ ആരും വരില്ല. രോഗികൾ എന്ന് മുദ്ര കുത്തി രോഗികളല്ലാത്തവരെ കൊണ്ടാക്കും പലരും അവിടെ. ചിലപ്പോൾ ഇയാളുടെ സ്വത്തൊക്കെ അടിച്ചു മാറ്റാനുള്ള ചെയ്തികളായിരിക്കാം ഇത്. ഒരു നാൾ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു നാട്ടുകാരനെയും കൊണ്ട് ബന്ധുക്കൾ വന്നു. പോസ്റ്റ് കാർഡിൽ എഴുതിയിരുന്നു, അജിക്കുട്ട, ഞങ്ങൾ 17-ാം തീയതി ഓമനക്കുട്ടനെയും കൊണ്ട് വരും, ബസ് സ്റ്റാൻഡിൽ വരുമല്ലോ. ചെന്നു. അവരോടൊപ്പം ഊളംപാറയ്ക്ക് പോയി. അക്കാലത്ത് ആശുപത്രി സൂപ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ബാലകൃഷ്ണനാണ്. അപ്പോൾ ബാലകൃഷ്ണൻ സാറ് ഈ കൊണ്ടുവന്ന രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നു. ആശുപത്രിയിലെ അറ്റൻഡറുടെ നേഴ്സിൻ്റെയോ ഒന്നും വേഷത്തിലല്ല, സിവിൽ വേഷത്തിൽ. ചുമ്മാ അജിത് കുമാർ ചോദിച്ചു, സിസ്റ്ററാണോ? അല്ല, ഞാൻ പേഷ്യൻ്റാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവൾ ഇടുക്കിക്കാരിയാണ്, അവളെ ഒരു അസുഖവുമില്ലാതെ ഭ്രാന്താണ് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിട്ടു. അന്നത്തെ മെൻ്റൽ സാനിറ്ററി നിയമം അനുസരിച്ച് ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയാൽ ആ കൊണ്ടാക്കുന്ന ആൾ തന്നെ തിരിച്ചു വന്നാലേ റിലീസ് ചെയ്ത് വിടുകയുള്ളൂ. അവൾക്കൊരു അസുഖവുമില്ല എന്ന് വീണ്ടും ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞു. ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. 5-6 അസുഖം ഇല്ലാത്ത, അസുഖമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഡോക്ടർ ബാലകൃഷ്ണൻ അജന്താലയത്തിന് കാണിച്ചു കൊടുത്തു. ഇതൊരു സ്റ്റോറിയാക്കി എഴുതി അക്കാലത്ത് വലിയ പ്രശസ്തമായ മംഗളം വാരികയ്ക്ക് അയച്ചു കൊടുത്തു. മംഗളവും മനോരമയായിട്ട് മത്സരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ലക്ഷങ്ങൾ ആര് മുന്നിലെന്നുള്ളത്. പലപ്പോഴും മംഗളം മുന്നിൽ കയറിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തോ അജന്താലയത്തിന് തോന്നി, ഇതൊരു സ്റ്റോറിയായിട്ട് എഴുതി ചുമ്മാ അയച്ചു കൊടുക്കാം മംഗളത്തിന്. ഞാനും അയച്ചിട്ടുണ്ട്. എൻ്റെ നാട് എന്ന് പറഞ്ഞ് വെള്ളായണിയെക്കുറിച്ച്, വെള്ളായണി കായലൊക്കെ വെച്ചിട്ട്, കാർഷിക കോളേജൊക്കെ വെച്ചിട്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതി മംഗളത്തിൽ ഇതുപോലെ അയച്ചിട്ടുണ്ട്.
നേമത്തെ ഒളിമ്പിയ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ചെന്ന് അതിൻ്റെ ഉടമസ്ഥൻ വാസുവണ്ണനോട് വെള്ളായണി കായലിൻ്റെ ഒരു ഫോട്ടോ തരുമോ എന്ന് ചോദിച്ചപ്പം അന്ന് ഇന്നത്തെ പോലെ വാട്സാപ്പോ ഒന്നും ഇല്ലല്ലോ, ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. അദ്ദേഹം പ്രിൻ്റ് അടിച്ചിട്ട് വേസ്റ്റുകളിട്ടിരിക്കുന്ന ഒരു ചതുരത്തിലുള്ള ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ നോക്കി, പ്ലാസ്റ്റിക് പാത്രത്തിൽ നോക്കി ഒരു പടം എടുത്ത് എനിക്ക് തന്നു. അതൊക്കെ കൊണ്ട് അതും കൂടെ ചേർത്താണ് ഞാൻ അയച്ചു കൊടുത്തത് മംഗളത്തിന്. അത് അടിച്ചു വന്നു. അക്കാലത്ത് എനിക്ക് വലിയ പേരായിരുന്നു. ഞാൻ റോഡിൽ പോകുമ്പോഴൊക്കെ പറഞ്ഞു, നോക്കി മംഗളത്തിൽ എഴുതിയ ദിനേശ്. അപ്പോൾ അതുപോലെ എന്തായാലും അയച്ചു കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു മറുപടി വന്നു. ഇത് ഞങ്ങൾ പരമ്പരയായി പ്രസിദ്ധീകരിക്കുന്നു. ആ പരമ്പര മംഗളത്തിന് ഹിറ്റായി മാറി. അതിൻ്റെ ടൈറ്റിൽ ആർക്കും വേണ്ടാത്തവർ എന്നായിരുന്നു. ആർക്കും വേണ്ടാത്തവർ. ലേഖകനെ അഭിനന്ദിച്ചു വരുന്ന കത്തുകൾ ദിനം പ്രതി ഒരു 500-600 കത്തുകൾ കാണും. മംഗളത്തിൽ നിന്നും അതൊരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കി. അന്ന് മംഗളത്തിന് കോട്ടയത്ത് മാത്രമേ പ്രിൻറ്റിംഗ് ഉള്ളൂ, ഇവിടെ തിരുവനന്തപുരത്ത് എഡിഷയില്ല. അപ്പോൾ അവിടുന്ന് നേരത്തെ ദിനപത്രം അടിച്ച് വണ്ടി കയറ്റി വിടുമ്പോൾ അതിൻ്റെ കൂടെ ഈ കാർഡ്ബോർഡ് പെട്ടിയും കയറ്റി വിടും. തിരുവനന്തപുരത്ത് ഓഫീസിലെത്തിക്കും. അവിടുന്ന് അയന്താലയത്തിനെ ഏൽപ്പിക്കും ഈ കത്തുകൾ. ഈ ഹിറ്റ് പരമ്പര എഴുതിയതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ആകണം മംഗളം ഉടമ വർഗീസ് സാറ് ആവശ്യപ്പെട്ടു, നിങ്ങളെ എനിക്കൊന്ന് കാണണമെന്ന്. 21 വയസ്സുള്ള നരുന്ത് പോലിരിക്കുന്ന ഒരു പയ്യനാണ് അന്ന് അജന്താലയം. തന്നെ അവർ കാണണ്ട, നാണക്കേടാണ് എന്ന് അജന്താലയത്തിന് തോന്നി. ഇപ്പോൾ ഉള്ള വില പോവും. കാരണം ഇങ്ങനെ ഒരു പരമ്പര എഴുതി നല്ല പേരിൽ നിൽക്കുമ്പോൾ ഞാൻ ചെന്ന് അയ്യോ ഈ ഞാഞ്ഞൂലാണോ എന്ന് ചോദിക്കുന്നത് മോശമല്ലേ. അതുകൊണ്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു. പോയില്ല. ആ വർഷം മംഗളം സാഹിത്യകാരന്മാരുടെ ഒരു സമ്മേളനം കോട്ടയത്ത് വെച്ചു. അതിനും ക്ഷണിച്ചു. ആർക്കും വേണ്ടാത്തവർ എഴുതിയ പയ്യനെ ആ സദസ്സിൽ 5 പ്രാവശ്യമാണ് എണീപ്പിച്ച് നിർത്തിയത്. കാരണം ഈ പരമ്പര എഴുതിയ 21കാരനെ പരിചയപ്പെടുത്താം എന്ന് പറയുമ്പോൾ എന്തായാലും എണീറ്റിരിക്കും. അപ്പോൾ അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സാഹിത്യകാരന്മാരും തിരിഞ്ഞു നോക്കും ഇതെഴുതിയ പയ്യനെ. മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും ക്രമേണ അജന്താലയം എഴുതാൻ തുടങ്ങി. ആർക്കും വേണ്ടാത്തവർ എഴുതിയ പയ്യനല്ലേ. മനോരമ സ്വാഭാവികമായും ഈ പുതിയ പേര് ശ്രദ്ധിക്കും. കാരണം മനോരമയും മംഗളമായിട്ടല്ലേ മത്സരം നടക്കുന്നത്. അപ്പം മംഗളത്തിൻ്റെ സ്പൈ മനോരമയിലുണ്ട്, മനോരമയുടെ സ്പൈ മംഗളത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പയ്യൻ എഴുതിയ പരമ്പര ആർക്കും വേണ്ടാത്തവർ വലിയ ഹിറ്റായി എന്നുള്ളത് മനോരമയ്ക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവരന്വേഷിക്കും. അവർ മനോരമ വാരികയിൽ എഴുതാൻ അയന്താലയത്തിനോട് പറഞ്ഞു. ഇത് മംഗളം വർഗീസ് അറിഞ്ഞു. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഭാവിയിൽ മംഗളത്തിൻ്റെ ദിനപത്രം തുടങ്ങും. അതിൽ തിരുവനന്തപുരത്തെ ലേഖകനായിട്ട് പ്രവർത്തിക്കാമോ എന്ന് അദ്ദേഹം തിരക്കി. അങ്ങനെ മംഗളവുമായിട്ടുള്ള ബന്ധം അവിടെയാണ് തുടങ്ങുന്നത്. വലിയ വിജയമായി. ഏറ്റവും ചെറിയ റിപ്പോർട്ടറായിട്ട് തുടങ്ങി ആ സ്ഥാപനത്തിൻ്റെ CEO വരെ എത്തുക എന്ന് പറഞ്ഞാൽ അധികമാർക്കും ആ ഭാഗ്യം കിട്ടിയിരിക്കില്ല. സിംഗിൾ കോളത്തിൽ അജന്താലയം അജിത് കുമാർ എന്ന് എഴുതാനാവില്ലല്ലോ, വലിയ നീളമുള്ള പേരല്ലേ, 2 വരിയാക്കേണ്ടി വരും. അങ്ങനെ വീട്ടുപേര് ഉപേക്ഷിച്ച് കെ അജിത് കുമാറായി. പിന്നീട് 2021 ചാനൽ ചർച്ചകളും അഭിമുഖങ്ങളും മടുത്തതിനാൽ അത് അവസാനിപ്പിച്ചു. ഒരുപാട് അഭിമുഖങ്ങൾ നടത്തിയിട്ടുണ്ട് അയന്താലയം. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാർ മുതൽ, അല്ലെങ്കിൽ വെളിയം ഭാർഗവൻ മുതൽ തുടങ്ങി യുവതലമുറയിലെ പൃഥ്വിരാജിനെയും നവ്യ നായരെയും വരെ തുറന്ന മനസ്സോടെ എന്ന ചോദ്യോത്തര പങ്ക്തിയിൽ പരിചയപ്പെടുത്തി. ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചു. ദൂരദർശൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ദൂരദർശൻ്റെ ഇത്തരം ഒരു പ്രോഗ്രാം പുസ്തക രൂപത്തിൽ പകർത്തുന്നത്. 2014 ഡിസംബർ 17 തിങ്കളാഴ്ച തൈക്കാട് PWD റെസ്റ്റ് ഹൗസിൽ വച്ചായിരുന്നു കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ പുസ്തകം പ്രകാശനം നടത്തിയത്. ഇന്നത്തെ CPM ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. പ്രഭാത് ബുക്സാണ് പുസ്തകം റിലീസ് ചെയ്തത്. ആ ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. 190 രൂപ വിലയുള്ള പുസ്തകം അജന്താലയം സ്വന്തം കയ്യൊപ്പിട്ട് ഒരു കോപ്പി എനിക്കും തന്നിരുന്നു. അത് ഈ കാർഡ് കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഓർക്കണേ. 2014 ചടങ്ങിൻ്റെ ക്ഷണക്കത്ത് എൻ്റെ കയ്യിലിരിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഞാൻ എന്തെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നു എന്ന്.
ഇന്നിവിടെ പറയുന്നത് അജന്താലയം അജിത് കുമാർ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരിൽ മലയാളത്തിൻ്റെ മഹാനടൻ തിലകനുമായി അജന്താലയം നടത്തിയ അഭിമുഖമാണ്. ഞാൻ അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. 2014 ഈ പുസ്തകം പുറത്തു വരുന്നു. പുസ്തകം പുറത്തു വരുന്നതിനും 2 വർഷം മുമ്പ് 2012 സെപ്റ്റംബർ 24 77ാമത്തെ വയസ്സിൽ തിലകൻ ചേട്ടൻ ഈ ലോകം വിട്ടുപോയി. അതിനാൽ തന്നെ ഈ അഭിമുഖത്തിലെ ചില ചോദ്യങ്ങൾ ഇന്ന് അപ്രസക്തമായി തോന്നാം. പക്ഷേ ഒരു വരിയും എഡിറ്റ് ചെയ്യാതെയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതെന്തായാലും ആദ്യം ചോദിച്ച ചോദ്യം, താരസംഘടനയായ അമ്മയുമായുള്ള പ്രശ്നം അവസാനിച്ചോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയല്ലേ. ഇനി മറ്റു കുറേ ആൾക്കാർ അമ്മയിൽ ഉണ്ട്. അവരെ സംബന്ധിച്ച് വലിയ താമസമില്ലാതെ അവസാനിക്കും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ആ നിരീക്ഷണം പാളിപ്പോയി. അമ്മയുടെ അവസാനം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ അവസാനമാണ്. മക്കളില്ലെങ്കിൽ പിന്നെ അമ്മ എന്തിനാണ്? ആരുടെ അമ്മയാണ്? മലയാളത്തെ അല്ലെങ്കിൽ മക്കളെ ദ്രോഹിക്കുന്ന അമ്മ എന്തിനാണ്? ഒരു മഹാൻ എവിടെയോ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മൾ സുഖസൗകര്യങ്ങളും വരുമാനങ്ങളും തിരക്കി ലോകത്തിലേക്ക് ഇറങ്ങും. അതെങ്ങും കിട്ടാതെ നമ്മൾ തിരിച്ചു വരുന്നു നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ. ഒരു മനുഷ്യനായിരുന്ന ഞാൻ 1995 അമ്മയിലെ അംഗമായിപ്പോയി. അതിനു മുമ്പും ഞാൻ അഭിനയിച്ചിരുന്നു. ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ വീണ്ടും മനുഷ്യരുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു. അമ്മയുടെ പേര് മാറ്റണമെന്ന് സുകുമാർ അഴിക്കോട് ആവശ്യപ്പെട്ടിരുന്നു. തീർച്ചയായും അമ്മയുടെ പേര് രണ്ടാനമ്മ എന്നാക്കണം. ഞാനിതുവരെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടേയില്ല. ഇപ്പം ഞാൻ പറയും. അമ്മയിൽ 2 നീതിയാണോ? അമ്മയ്ക്ക് 2 നീതിയാണ്. ഒരു ചെറിയ സൂപ്പർ താരം 40 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പടത്തിൽ അഭിനയിക്കില്ല എന്നും ഡയറക്ടറെ മാറ്റണമെന്നും പറഞ്ഞു. പേര് ഞാൻ പറയുന്നില്ല. ഡയറക്ടറെ മാറ്റിയാൽ നോക്കാം, അല്ലെങ്കിൽ അയാൾ ഒരു ഹിറ്റ് ചെയ്തിട്ട് വരട്ടെ എന്നാണ് ഈ സൂപ്പർ താരം പറഞ്ഞത്. ഈ നടന് എന്ത് അവകാശമാണിത് പറയാൻ? ഡയറക്ടർ പറയുന്നതേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നെ ഡയറക്ടർ ചെയ്തിട്ടുള്ള പലരും ചേട്ടൻ ചെയ്യുന്നത് കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത ശേഷം ചോദിച്ചിട്ടുണ്ട്, തൃപ്തിയായോ? ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡയറക്ടർമാർക്ക് ഇടപെടാം. ഈ പറഞ്ഞ ഡയറക്ടർ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി നടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ നടൻ അവിടെ കിടന്ന കസേരയിൽ കാലെടുത്ത് വെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്, ഡയറക്ടർ ഇരിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഡയറക്ടർക്ക് പുല്ല് വിലയാണ്. ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ ഡയറക്ടർമാരെ പുല്ല് പോലെയാണ് കാണുന്നത്. പ്രൊഡ്യൂസർക്ക് അതിലും പുല്ലുവില്ല. പ്രൊഡ്യൂസേഴ്സ് പോലും ഇത് ചിന്തിക്കുന്നില്ല. പ്രൊഡ്യൂസർ എവിടെന്നെങ്കിലും സ്വരൂപിച്ച കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടുവരുന്നത്. 1400 തിയേറ്ററുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 800 തിയേറ്ററുകളേ ഉള്ളൂ. അപ്പോഴും 5 കോടിയുടെ പടങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. തിലകൻ ഇല്ലെങ്കിലും നിങ്ങളോട് ഞാൻ പറയാം, ഇപ്പോൾ 870 തിയേറ്ററുകളാണ് കേരളത്തിലുള്ളത്. ഏറ്റവും കുറഞ്ഞ 130 രൂപ ടിക്കറ്റ് തുടങ്ങി 500-600 രൂപ വരെ ടിക്കറ്റിന് വാങ്ങുന്നുണ്ട്. ഐമാക്സിലൊക്കെ ആണെങ്കിൽ 1200 രൂപ വരെയാണ് പടത്തിൻ്റെ, അവർ ചിലവാക്കിയെടുക്കുന്ന പടത്തിൻ്റെ തോതനുസരിച്ചാണ് പൈസ കൂട്ടുന്നത്. 1200 രൂപ ഒരു സിനിമയ്ക്ക് ഒരു ഷോ കാണാൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ തിലകൻ പറഞ്ഞതിൽ പകുതി പോലും സത്യമല്ല. ഇവിടെ അദ്ദേഹം പേര് പറയാത്ത സൂപ്പർ താരം ദിലീപാണ്. അദ്ദേഹം പേര് പറയാത്ത സംവിധായകൻ തുളസിദാസാണ്. തുളസിദാസിൻ്റെ ഒരു സിനിമ, നിരവധി സിനിമ ദിലീപ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു പുതിയ ഡേറ്റ് വാങ്ങി തുളസിദാസ്. അതിൻ്റെ നിർമ്മാതാവിൽ നിന്ന് ഇയാൾ 40 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ്. പക്ഷേ എന്ത് പറ്റിയെന്ന് കേട്ടാൽ മാസങ്ങൾക്ക് മുമ്പ് അഡ്വാൻസ് വാങ്ങിച്ചു, പക്ഷേ
പടം തുടങ്ങാറായപ്പോൾ ദിലീപിൻ്റെ ഒരു 3-4 പടം പടപടപടാന്ന് പൊട്ടി. അതിനേക്കാൾ ദയനീയമായി മോഹൻലാലിനെ വെച്ചെടുത്തിട്ട് പോലും തുളസിദാസിൻ്റെ പടവും പൊട്ടി. അപ്പോൾ തുളസിദാസിനോടും ദിലീപ് പറഞ്ഞു, നമ്മുടെ രണ്ടുപേരുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഞാൻ 1-2 പ്രശസ്തരായ ആളുകളുടെ സിനിമ ചെയ്തൊന്ന് വിജയിപ്പിച്ചിട്ട് നമുക്ക് ഈ സിനിമ ചെയ്യാം. അപ്പോൾ തുളസിദാസിന് അത് പറ്റില്ല. എനിക്ക് ഈ പറഞ്ഞ ഡേറ്റ് തന്നെ ചെയ്യണമെന്നായി പുള്ളി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കൂ. അപ്പോൾ പ്രൊഡ്യൂസറോട് പറഞ്ഞു, തുളസിദാസ് ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറൊരു കഥയും വേറൊരു സംവിധായകനെയും കണ്ടെത്തിക്കൊള്ളൂ എന്ന് പ്രൊഡ്യൂസറോട് പറയുകയും അദ്ദേഹം സമ്മതിക്കുകയും അദ്ദേഹം ദീപു കരുണാകരനെ വെച്ച് ദിലീപിനെ വെച്ച് നായകനാക്കി സിനിമ എടുക്കുകയും ചെയ്തു. ഇതൊക്കെ തിലകൻ ചേട്ടൻ ഒളിച്ചു വയ്ക്കുകയാണ്. സ്പീഡെന്നോ എന്തോ പറഞ്ഞൊരു പടത്തിൽ സ്പോർട്സ് താരമായിട്ട് ദിലീപ് തിരുവനന്തപുരത്ത് അഭിനയിക്കുകയാണ്. ഈ സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരമൊന്നും അനക്കൂല്ല. മുട്ടം വെയിലത്ത് കിടന്ന് ഓടി അയാളുടെ മസിൽ എന്തോ കയറി പിടിച്ചു കാലിൽ. അങ്ങനെ അയാളെ 2 പേരുടെ സഹായത്തോടെ കൊണ്ടുവന്ന് കസേരയിലിരുത്തി വേറൊരു കസേരയിൽ കാല് വെച്ച് ടൈഗർ ബാമോ എന്തോ ഒരു ക്രീം പുരട്ടി അയാൾ ഇരിക്കുമ്പോഴാണ് തുളസിദാസ് ചെല്ലുന്നത്. അങ്ങനെയാണ് അയാൾ കസേര കൊടുത്തില്ല എന്ന് പറയുന്നത്. ഈ വിഷയം മാക്ട ഫെഡറേഷനിൽ വന്നു ഈ പരാതി. അന്ന് മാക്ട ഫെഡറേഷൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചെയർമാൻ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വിഗും റോസ് പൗഡറും ഉണ്ട കണ്ണൊക്കെ വെച്ച് മലയാളത്തിൽ ഇതുപോലെ സത്യവാനായ വേറൊരു മനുഷ്യയില്ലല്ലോ. അപ്പോൾ അയാളും ദിലീപുമായിട്ട് ഉടക്കുണ്ട്. ദിലീപ് അയാൾക്ക് നിരന്തരം ഡേറ്റ് കൊടുത്തിരുന്നതാണ്. പക്ഷേ എന്തോ എവിടെ വെച്ച് അവർ തെറ്റി. യവനിട്ടൊരു പണി കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഈ പറയുന്ന നേതാവ്. അപ്പോഴാണ് തുളസിദാസ് ചെന്ന് ചാടി കൊടുത്തത്. നിന്നൊക്കെ ഡേറ്റ് ഞാൻ വാങ്ങിത്തരും, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളി പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ദിലീപിൻ്റെ ഒരു പടത്തിലും ഇനി അയാൾ അഭിനയിക്കേണ്ട, ഇയാളുടെ പടത്തിൽ അഭിനയിക്കേണ്ട എന്ന് ഏകപക്ഷീയമായി അയാൾ തീരുമാനമെടുത്തു. അത് വലിയ വിവാദമായി. അങ്ങനെ മാക്ട ഫെഡറേഷൻ്റെ ആദ്യത്തെ ഇലക്ഷനിൽ ജയിച്ച, ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിച്ചവരിൽ 2 പേരിൽ ഒരാൾ ഞാനാണ്. കമലും ജോസ് തോമസും ഒക്കെ തോറ്റ ഇലക്ഷനാണ്. കെ മധുവാണ് പ്രസിഡന്റ്. അപ്പം ഞങ്ങളെല്ലാം എക്സിക്യൂട്ടീവിൽ പങ്കെടുത്തു. ഈ തുളസിദാസിനെയും വിളിച്ചു വരുത്തി. ആ എക്സിക്യൂട്ടീവിൽ ജയിച്ചു വന്ന എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ ഒരാൾ ജോണി ആൻ്റണിയാണ്. പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നു. ഇവർ 2 പേരും തുളസിദാസിൻ്റെ ശിഷ്യന്മാരാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. തുളസിദാസിൻ്റെ ശിഷ്യന്മാരായ ഇവർ 2 പേരും കൂടെ പോയി തുളസിദാസിനോട് സംസാരിച്ച് ഈ വർഷം ഡിസംബറിനുള്ളിൽ തന്നെ ദിലീപ് ഒരു ഡേറ്റ് കൊടുക്കണം, കഥ വേണമെങ്കിൽ അവർ മാറ്റും എന്ന് തീരുമാനിക്കാൻ ഇവരെ ചുമതലപ്പെടുത്തി. ഇതൊരിക്കലും ഈ വിഗും റോസ് പൗഡറൊക്കെ വെച്ചിരിക്കുന്ന കൊള്ളക്കാരൻ അറിഞ്ഞില്ല ഇങ്ങനൊരു തീരുമാനം വരുമെന്ന്. അങ്ങനെ തീരുമാനിച്ചു. ഈ ഡിസംബറിനുള്ളിൽ തുളസിദാസിന് സമ്മതം. തുളസിദാസൊക്കെ ചിലപ്പോൾ ഇപ്പോൾ മാറ്റി പറയുമായിരിക്കും. ഞാൻ സത്യസന്ധമായി പറയുകയാണ്. പിന്നെ മിനിറ്റ്സ് ഒന്നും നോക്കാക്കില്ല, കാരണം അതെല്ലാം അയാളുടെ കസ്റ്റഡിയിലല്ല, ആ സംഘടന പൊളിഞ്ഞു പോയല്ല. ഒപ്പം ഒരു കാര്യം കൂടെ എടുത്തു. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ BTHൽ നടക്കുന്ന ജനറൽ ബോഡിയിൽ തുളസിദാസിനെ കൊണ്ട് സംസാരിപ്പിക്കരുത്, നമ്മൾ ഈ വിഷയം ഡിസംബറിന് മുമ്പ് ദിലീപിൻ്റെ ഡേറ്റ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് മാത്രമേ ജനറൽ ബോഡിയിൽ അറിയിക്കാവൂ. സമ്മതം, എല്ലാവർക്കും സമ്മതം. മീറ്റിംഗ് കഴിഞ്ഞു. ആഹാരം കഴിക്കാനായി എല്ലാവരും പുറത്തേക്ക് വന്നപ്പോൾ ഈ വിഗും റോസ് പൗഡറും ഒക്കെ ഇട്ട നേതാവ് അയാളുടെ ബെൻസ് കാറിൽ തുളസിദാസിനെ കൂടെ കയറ്റിക്കൊണ്ടേ ഉണ്ണാൻ. ഞാൻ സത്യമായിട്ട് പറയുകയാണ്, ഈ പറയുന്ന നേതാവിൻ്റെ പാനലിൽ മത്സരിച്ച് ജയിച്ച ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നോട് പറയാണ്, ശാന്തികളെ വൈകുന്നേരത്തെ മീറ്റിംഗ് കുളമാവും, അതിൻ്റെ സൂചനയാണ് തുളസിയെ അയാൾ കൊണ്ടുപോയത്. തിരിച്ചു വരുന്നത് നോക്കിയോ, ആ യോഗത്തിൽ തുളസിദാസിനെ കൊണ്ട് പ്രസംഗിപ്പിച്ച് ദിലീപിനെ പൂട്ടും. ഞങ്ങളുടെ അങ്ങനെ ചെയ്യും. നമ്മൾ എക്സിക്യൂട്ടീവ് എടുത്ത് തീരുമാനിച്ചത്. എക്സിക്യൂട്ടീവ് നിങ്ങളെന്താ പറയണത്? അയാൾ ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാത്തതല്ലേ. അയാൾ ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറം ചെയ്യും. ഞങ്ങളെല്ലാം പോയി ഊണൊക്കെ കഴിച്ചു വന്നു. വൈകുന്നേരം BTHലെത്തി 4 മണിക്ക്. ഇഷ്ടംപോലെ ആളുണ്ടേ. ഇയാളെല്ലാ കിങ്കരന്മാരെയും വിളിച്ചു കൂട്ടിയിരിക്കുക. യോഗം തുടങ്ങി. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞുടൻ ഇദ്ദേഹം കഴിച്ച് കണ്ണൊക്കെ കറക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമ്മുടെ അന്തസ്സിനെ ഹനിക്കുന്ന താരങ്ങളുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കണം. അതിന് പറ്റിയ ഒരു നല്ല അവസരമാണ് കിട്ടിയിരിക്കുന്നത്. തുളസിദാസിനോട് പറഞ്ഞ ഡേറ്റ് മാറ്റി. നിർമ്മാതാവിനോട് വേണമെങ്കിൽ വേറൊരു കഥയും വേറൊരു സംവിധായകനെയും വെച്ചോളൂ, ഞാൻ ഡേറ്റ് തരാമെന്ന്
ദിലീപ് പറഞ്ഞിരിക്കുകയാണ്, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, നമ്മൾ അവനെ പൂട്ടിയിരിക്കും, അവൻ ഇനി ക്യാമറയുടെ മുന്നിൽ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ ഡയലോഗ് അടിച്ചു. ഏതായാലും ആദ്യം തുളസി സംസാരിക്കട്ടെ. ഞാൻ ഞെട്ടിപ്പോയി. ഉച്ചയ്ക്കെടുത്ത തീരുമാനത്തിന് നേരെ വയലേറ്റ് ചെയ്യണേ. തുളസിദാസ് മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് അങ്ങോട്ട് കഥ പറയാൻ തുടങ്ങി. ഞാൻ സിനിമ കൊണ്ട് ജീവിക്കുന്ന ആളാണ്, എന്നെ ദ്രോഹിച്ചു ദിലീപ്, അയാളുടെ പടം ഓടുന്നില്ല, എൻ്റെ പടം ഓടുന്നില്ല, അതുകൊണ്ട് ഓടുന്ന ഒരു പടം വന്നോട്ടെ, അത് കഴിഞ്ഞ് ചെയ്യാമെന്നാണ് അയാൾ പറയുന്നത്. ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നിടത്ത് വെച്ച് തിരുവനന്തപുരത്തുള്ള എൻ്റെ അനുജനെ പോലെ ഞാൻ കാണുന്ന ഒരു സംവിധായകൻ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ, ദിലീപ് ഡേറ്റ് തന്നില്ലെങ്കിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സീരിയൽ ചെയ്ത് ജീവിക്കണ്ടേ, എന്തിനാണ് ഈ താരങ്ങളുടെ കാലെ പിടിക്കുന്നത്? ഞാൻ ചെന്ന് കസേരയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ എനിക്ക് കസേര തന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേര് ഹോട്ടൽ മുറിയിൽ ചെന്നല്ലേ ഈ താരങ്ങളെയൊക്കെ കാണാൻ, താൻ എന്തിനാണ് ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് പോയി ദിലീപിനെ കാണാൻ പോയോണ്ടല്ലേ കസേര തരാത്തത് എന്ന് പറഞ്ഞ് എന്തിനാണ് ഈ സംവിധായകരെയൊക്കെ നാറ്റുന്നത് എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ജീവിക്കണം സാർ, എനിക്ക് സിനിമ മാത്രമേ ഉള്ളൂ സാർ, എനിക്ക് ദിലീപിൻ്റെ ഡേറ്റ് കിട്ടിയേ പറ്റുള്ളൂ സാർ, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും സാർ എന്നൊക്കെ പറഞ്ഞ് ഈ തുളസിദാസ് ഒരു ഉഗ്രം പ്രകടനം. ഉച്ചയ്ക്ക് കൊടുത്ത ക്ലാസ്സാണ് ഉണ്ടോണ്ടിരുന്നപ്പോൾ. സംഭവം ആകെ ചളക്കൊള്ളമായി. ദിലീപിനെ ഒതുക്കണം, മറ്റവനാണ് മറിച്ചവനാണ്, ദിലീപ് ആഴാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം നടക്കുന്നു. അതിനിടയിൽ ഈ കണ്ണുരുട്ടി നേരെ മൈക്കിൻ്റെ മുന്നിലേക്ക് വന്നതും സിദ്ദിഖ് എണീറ്റിട്ട് പറഞ്ഞു. അപ്പോൾ സിദ്ദിഖിൻ്റെ ബോഡി ഗാർഡാണ് അടുത്ത് ദിലീപ് ചെയ്യുന്നത്. സിനിമ എൻ്റെ അന്നമാണ്, ആ സിനിമയെ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന താരത്തെ തടഞ്ഞുകൊണ്ടുള്ള സമര രീതിയോട് എനിക്ക് യോജിപ്പില്ല, ഞാനത് അംഗീകരിക്കുന്നില്ല. എടുത്ത വായിലെ അതാണ് സമയദോഷം എന്ന് പറയുന്നത്. ഈ പൗഡറടി വീരൻ ഇവിടെ മൈക്കിങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു, ചിലർക്ക് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടായാലും വേണ്ടില്ല ആ സിനിമ ചെയ്താൽ മതി, അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ സിദ്ദിഖ് ഷൗട്ട് ചെയ്ത് ചോദിച്ചു, സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്തിട്ടാണ് സിനിമ ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞോ എന്നിട്ട്? സിദ്ദിഖിനെ അല്ല സിദ്ദിഖെ ഞാൻ പറഞ്ഞത്. അപ്പോൾ സിദ്ദിഖ് ഇരുന്നു. നമ്മുടെ GS വിജയൻ എണീറ്റു. താൻ പറഞ്ഞത് എന്നെയാണോ എന്ന് ചോദിച്ചു. വിജയ, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാതെ വിജയൻ ഇരിക്കൂ, ഞാൻ വിജയനല്ല പറഞ്ഞത്. അപ്പം ഞാൻ എണീറ്റു. കഷ്ടകാലം പോണം പോക്ക് പോയിക്കൊള്ളേ. ഞാനൊരു സിനിമ ചെയ്യാനായി പാലയിൽ പോയപ്പോൾ ഒരു ദിവസമെങ്കിലും ഷൂട്ടിംഗ് സ്ഥലത്ത് വരണമെന്ന് എൻ്റെ ഭാര്യയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കൊണ്ടുപോയില്ല. നിങ്ങൾ പറയുന്ന ഭാര്യമാരെ കൂട്ടിക്കൊടുക്കുന്ന ലിസ്റ്റിൽ ഞാൻ വരുമോ എന്നിട്ട് പറഞ്ഞു തരുന്നതിന് മുമ്പ് എൻ്റെ ഉടുപ്പിൻ്റെ പുറകിൽ ആരോ കോളറി പിടിച്ച് ഇരിയടാ അവിടെ എന്ന് പറഞ്ഞു. ഗുണ്ടകളെ കൊണ്ടാണ് ഇയാൾ ഭരിച്ചത്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ആർട്ട് ഡയറക്ടറാണ്, എന്തോ ഒരു ശശി. അപ്പോൾ എൻ്റെ കൂടെ ഊഴമടക്കമുള്ള ഒരുപാട് സിനിമകളിൽ ഉണ്ടായിരുന്ന ആളാണ്, പാർട്ടിക്കാരനാണ്. ഞാൻ അതിശയപ്പെട്ടു പോയി. എന്നെ ഇങ്ങനെ ഉടുപ്പിൽ പ്രസ് ചെയ്ത് പിടിച്ചിരുത്താൻ നോക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ രഞ്ജി പണിക്കർ ഒരൊറ്റ ആടി, ശശി പെരുമാനൂർ, അതാണ് ആർട്ട് ഡയറക്ടർ, അവൻ്റെ ചെകിട്ടത്ത് ഒരൊറ്റ അടി അടിച്ചു. അയാൾ മരിച്ചുപോയി. അലുമ്പായി ജനറൽ ബോഡി. സിദ്ദിഖ് എന്നോട് ചോദിച്ചു, ഇനി നാണം കെട്ടുകൂടി ഇരിക്കണോ ശാന്തിയുള്ളേ, ഞാൻ വേണ്ട പോവാന്ന് പറഞ്ഞു. സിദ്ദിഖ് എണീറ്റു. സിദ്ദിഖ് മുന്നിൽ, GS വിജയൻ പുറകിൽ, അതിൻ്റെ പുറകിൽ ഞാൻ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ കൂകി വെളുപ്പിക്കുകയാണ്. അങ്ങനെയാണ് യാത്ര അയക്കുന്നത്. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ കൂകി വെളുപ്പിച്ച് പുറത്തേക്ക് വിടുമ്പോൾ ഇപ്പോൾ ഫെഫ്കയുടെ നേതാവായി ബൗദ്ധികമായ തലത്തിൽ സംസാരിക്കുകയും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പടം നിരന്തരമായി ഫെഫ്കയുടെ പേര് പറഞ്ഞ് ചെയ്യുന്നല്ലോ ഒരു നേതാവ്. അയാളൊക്കെ അന്ന് ഈ പറയുന്ന വിഗ് വെച്ച് നടക്കുന്നവൻ്റെ ബി ടീം കളിച്ച് കൂടെ ഇരിക്കുന്നവനാണ്, എല്ലാ പോക്കരുത്തരത്തിനും കൂട്ടു നിന്നിട്ട്. അതുപോലെ മലയാള സിനിമയിലെ തലതൊട്ട വലിയ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇയാളെ പേടിയാണ്, ഈ നേതാവിനെ പേടിയാണ്. ഞങ്ങൾ താഴെ ഇറങ്ങി, ലിഫ്റ്റിൽ താഴെ ഇറങ്ങി പോകാനായിട്ട് 3 പേരും 3 വഴിക്ക് പിരിയാൻ പോകാൻ നേരത്ത് സിദ്ദിഖ് കണ്ണിങ്ങനെ നിറഞ്ഞിങ്ങനെ തുളുമ്പി വീണിട്ട് എൻ്റെ ചോദിച്ചു, എന്നോട് പറഞ്ഞു, ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല ദിനേശ്. ഞാൻ പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ സംഘടനയ്ക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ GS വിജയൻ അടക്കം ഇപ്പോൾ ഈ ഫെഫ്കയുടെ ബൗദ്ധിക നേതാവിൻ്റെ കൂടെ നടക്കുകയാണ്, എന്നെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ട്. എനിക്കതിൽ പുല്ല് വിലയുള്ളൂ, ഞാനതൊന്നും വകവയ്ക്കുന്ന ആളല്ല. അങ്ങനെയാണ് പിരിയുന്നത്. പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്ന വാർത്ത, മാക്ട ഫെഡറേഷനിൽ നിന്നും രഞ്ജിത്ത് രാജിവെച്ചു. അന്ന് രഞ്ജിത്ത് പ്രതാപത്തിൽ നിൽക്കുന്ന കാല, പൊന്നു വിലയുള്ള തിരക്കഥ എഴുതുന്ന കാല. രഞ്ജിത്ത് രാജിവെച്ചു എന്നുള്ളത് വലിയ വാർത്തയായി TV യിൽ. പടപടപടപടാന്ന് ഓരോരുത്തരായിട്ട് രാജിവെച്ചു. മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞതിനെ കുഴിച്ചു മൂടി ഫെഫ്ക നിലവിൽ വന്നു. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത്തരം കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ തിലകൻ ചേട്ടൻ അടക്കം പറയുന്നത്.
വീണ്ടും തിലകൻ പറയുകയാണ്, സംവിധായകൻ ഇരിക്കാതിരിക്കാൻ വേണ്ടി കസേരയിൽ കാൽവെച്ച സൂപ്പർ താരങ്ങളുള്ള കേരളത്തിൽ എന്തുകൊണ്ട് സംവിധായകർക്ക് നട്ടലില്ലാതായി? കല്ല് വെച്ച നുണയാണ് തിലകൻ ചേട്ടനോട് ആരോ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ സംവിധായകൻ അല്ല, ഈ ചോദ്യം ചോദിച്ചത് സംവിധായകന് ഇരിക്കാതിരിക്കാൻ വേണ്ടി കസേരയിൽ കാൽവെച്ച സൂപ്പർ താരങ്ങളുള്ള കേരളത്തിൽ എന്തുകൊണ്ട് സംവിധായകർക്ക് നട്ടലില്ല എന്ന് ചോദിച്ചത് അജന്താലയമാണ്. അപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞത്, സംവിധായകൻ നട്ടല് ഉയർത്തി കാണിച്ചാൽ പിന്നെ അവൻ സംവിധാനം ചെയ്യില്ല. ഞാൻ നട്ടല് കാണിച്ചതുകൊണ്ടാണല്ലോ 2 പടങ്ങളിൽ നിന്ന് എന്നെ പുറത്താക്കിയത്. എല്ലാ പ്രേക്ഷകർക്കും ചാനലുകാർക്കും ഇതറിയാം. ഞാനൊരു സംവിധായകൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് എന്നെ പുറത്താക്കിയത്. ഈ വിഗും റോസ് പൗഡറും സംവിധായകൻ്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ട് പുറത്താക്കിയെന്നാണ് പറഞ്ഞത്. അല്ല, 100% അല്ല. തിലകൻ ചേട്ടൻ മരിച്ചു പോയെങ്കിലും കള്ളമായിട്ടല്ലേ പറയാൻ പറ്റൂ. ആ സംവിധായകനാണ് 40 ലക്ഷം അഡ്വാൻസ് കൊടുത്ത പ്രൊഡ്യൂസർക്കും സംവിധായകനും അനുകൂലമായി സംസാരിച്ച ഏക വ്യക്തി. മാറ്റ സംഘടനയിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ പേരിലാണ് സ്പ്ലിറ്റ് ആയത്. അങ്ങനെ മാക്റ്റയും ഫെഫ്കയുമായി. മാക്റ്റ അല്ല സ്പ്ലിറ്റ് ആയത് എന്ന് തിലകൻ ചേട്ടൻ ആരും പറഞ്ഞു കൊടുത്ത് കാണില്ല. മാറ്റ ഫെഡറേഷൻ എന്ന 1 മാൻ ഷോ ട്രേഡ് യൂണിയനാണ് കട്ടയും പടവും മടക്കിയതും ഫെഫ്ക ഉണ്ടായത്. അത് തിലകൻ ചേട്ടൻ അറിയില്ല. എല്ലാവരും ഈ മാക്റ്റ എന്ന് പറയാം. മാക്റ്റ അല്ല, മാറ്റ ഫെഡറേഷൻ്റെ കട്ടയും പടമാണ് മടക്കിയത്. ഫെഫ്ക രൂപം കൊണ്ട കാലത്ത് ഒരു മെഗാസ്റ്റാർ പറഞ്ഞു, ഞങ്ങൾ ഫെഫ്കയുടെ കൂടെയാണെന്ന്, ഒരു ശക്തിക്കും ഞങ്ങളെ തകർക്കാൻ പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞതിൽ നിന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമല്ലേ? എൻ്റെ പൊന്ന തിലകൻ ചേട്ടാ, ഇപ്പോൾ സിനിമയിൽ എന്ത് ശാന്തതയുണ്ടെന്ന്. ഫെഫ്കയും ട്രേഡ് യൂണിയനുകളുടെ കോൺഫെഡറേഷനായ ഫെഫ്കയും അമ്മയും പ്രൊഡ്യൂസേഴ്സും ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് സിനിമാ രംഗത്ത് ഇപ്പോൾ അസ്വാരസ്യങ്ങളൊന്നുമില്ല. കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട്, കൃത്യമായ ടൈമുണ്ട്, എല്ലാ കാര്യങ്ങളിലും യൂണിയൻ ശ്രദ്ധിക്കുന്നു. അത് തിലകൻ ചേട്ടൻ അതൊക്കെ കാണും മുമ്പ് പോയതുകൊണ്ട് പറ്റിയ കുഴപ്പമാണ്. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. 3 വർഷത്തിലൊരിക്കൽ ശമ്പള വർധനവ് നടത്തുന്ന കൃത്യമായിട്ട് പ്രൊഡ്യൂസേഴ്സ്. ഇപ്പോൾ 14 മണിക്കൂറോ 15 മണിക്കൂറോ എന്തോ ദിവസവും വർക്ക് ചെയ്യുന്നതിന് പകരം 12 മണിക്കൂർ ഇനി വർക്ക് ചെയ്താൽ മതി. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ഫെഫ്ക ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തിലകൻ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് പറഞ്ഞേനെ ഞാൻ. ശ്രീനിവാസൻ അഭിനയിക്കുന്ന സിനിമയുടെ സെറ്റിൽ നടന്മാർ അടക്കമുള്ളവർ യാത്ര ചെയ്യുന്ന കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ട കേസിൽ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഒരു നേതാവ് അകത്തായി. ബ്രേക്ക് അഴിച്ചു വിട്ടേ ആ ഡ്രൈവറുടെ കാറിൽ ഈ 2-3 ആഴ്ച മുമ്പ് ഞാൻ യാത്ര ചെയ്തു. സംഘടനാ നേതാവ് ബിഗ് റോസ് പൗഡറുള്ള നേതാവ് ഞങ്ങളോട് ആരോടും പറയാതെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നാണ് അത് ചെയ്തത്. അകത്തായത് യൂണിയൻ നേതാവ്. പുറത്തിറങ്ങിയിട്ട് തിലകൻ ചേട്ടൻ ദൈവപുത്രനായി കൊണ്ടു നടന്നിരുന്ന നേതാവിനെ ഈ ഡ്രൈവർ വിളിച്ചു. എന്തു പണിയാണ് സാറേ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്നായിരുന്നു നേതാവിൻ്റെ ഉത്തരം. അന്ന് ഈ ഡ്രൈവർ മാറ്റ ഫെഡറേഷൻ്റെ യൂണിയൻ സ്ഥാനവും എല്ലാ പുല്ലും രാജിവെച്ചു. ഇപ്പോൾ ഫെഫ്ക ഡ്രൈവേഴ്സ് യൂണിയനിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു സൂപ്പർ താരം പറയുന്ന പോലെ ആയിരിക്കണം ഡയറക്റ്റ് ചെയ്യേണ്ടത്. തിലകൻ ചേട്ടൻ പറയുക, സൂപ്പർ താരം പറയുന്ന ആളാണ് കഥ എഴുതേണ്ടത്. അതിലഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് സൂപ്പർ താരം പറയുന്നവരായിരിക്കണം. ചായ കൊടുക്കുന്ന പയ്യന്മാർ വരെ സൂപ്പർ താരം പറയുന്ന ആളായിരിക്കണം. അങ്ങനെയാണ് കേരളത്തിലെ നിയമം എന്നാണ് തിലകൻ ചേട്ടൻ ഒരു ചുക്കു അറിഞ്ഞൂടാ അത് പറഞ്ഞത്. അതൊന്നും അവിടെ ഇല്ല. ഒരു സിനിമാ രംഗത്തും ഒരു സംവിധായകനോടും ഒരു സൂപ്പർ താരവും പറയാറില്ല. ചിലപ്പം പറയും എങ്ങനെ, എൻ്റെ മറ്റേ സുഹൃത്തില്ലേ ഒരു വർക്കും ഇല്ല കേട്ടാ, ഒരു ഗതിയും പരഗതിയും ഇല്ല, എന്തെങ്കിലും ഒരു വേഷം കൊടുക്കുക എന്ന് പറയുമെന്നല്ലാതെ അവൻ വേണ്ട എവള് വേണ്ട മറ്റുള്ള മതി എന്നൊന്നും ഒരാളും പറയില്ല. ഒരു സംവിധായകനും കേൾക്കും എന്ന് എനിക്ക് ഉറപ്പില്ല. മാക്ട ഫെഡറേഷൻ്റെ കാലത്തെ അനുഭവത്തെ പറ്റി ആയിരിക്കും തിലകൻ ചേട്ടൻ പറഞ്ഞത്. ഫെഫ്ക വന്ന ശേഷം കൃത്യമായ അച്ചടക്കമുണ്ട്. സിനിമയിൽ കാർഡില്ലാത്ത ഒരാൾക്കും ഒരു സെക്ഷനിലും ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാർഡില്ലാത്തവൻ വർക്ക് ചെയ്താൽ ആ പടത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് ഫൈൻ അടിക്കും. അംഗത്വത്തിന് ഡ്രൈവേഴ്സിനൊക്കെ അംഗത്വം കിട്ടണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് വേണം. തൊഴിലിടത്തെ പ്രവൃത്തികളിൽ കൃത്യമായ ഗൈഡൻസ് ഉണ്ട്. പിന്നെ സൂപ്പർ താരങ്ങൾക്ക് സ്വകാര്യമായി
അസിസ്റ്റൻറ്റുമാരുള്ള സമയമാണ്. അതിനാൽ തന്നെ ആര് ചായ കൊടുക്കണമെന്നൊക്കെ താരം തീരുമാനിക്കുമെന്ന് പറയുന്നത് തിലകൻ ചേട്ടൻ്റെ ഭാവനയിലാണ്. കാരണം തിലകൻ ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ മമ്മൂട്ടിക്കൊക്കെ പേഴ്സണൽ കുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം എന്നൊക്കെ അയാളാണ് തീരുമാനിക്കണത്. അദ്ദേഹത്തിന് ചായ വേണമെങ്കിൽ അവരാണ് കൊണ്ടു കൊടുക്കുന്നത്. അല്ലാതെ പ്രൊഡക്ഷൻ എന്താ പറയുക പിള്ളേരല്ല കൊണ്ടു കൊടുക്കുന്നത്. ഇതൊക്കെ തിലകൻ ചേട്ടൻ അറിയാം. എന്നാലും ക്യാമറ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരുപാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് പറയും. അപ്പോൾ അജിന്താലും ചോദിക്കണം, ഇതെല്ലാം കാട്ടുനീതിയല്ലേ? KB ഗണേഷ് കുമാറിനെയും കാട്ടുനീതി അല്ലെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി അല്ല പറയണേ. KB ഗണേഷ് കുമാറിനെയും ഇടവേള ബാബുവിനെയും ഒക്കെ എൻ്റെ മക്കളുടെ സ്ഥാനത്താണ് ഞാൻ കണ്ടത്. എന്നെ പുറത്താക്കിയ അമ്മയുടെ യോഗം തുടങ്ങിയപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, തിലകൻ ചേട്ടൻ പറയാനുള്ളത് ആദ്യം പറയട്ടെ എന്ന്. അത് ബോധപൂർവമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ അവിടെ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിലകൻ ചേട്ടനെതിരെ എടുക്കാൻ പോകുന്ന നടപടിയെക്കുറിച്ച് ഇന്നസെൻ്റ് ആദ്യം സംസാരിച്ചിരുന്നെങ്കിൽ തിലകൻ ചേട്ടൻ പറയും, എന്നെ സംസാരിക്കാൻ ആദ്യം സമ്മതിച്ചില്ല, ഇന്നസെൻ്റ് കയറി ആദ്യം പറഞ്ഞു എന്ന് പറയും. ഇപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു തിലകൻ ചേട്ടന് പറയാനുള്ള പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒതുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയാണ് തിലകൻ ചേട്ടൻ്റെ കാര്യം. കാരണം ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാം, തിലകൻ ചേട്ടൻ അത് കേൾക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ നിലപാട് കേൾക്കാതെ ഏകപക്ഷീയമായി അവരുടെ തീരുമാനം പറഞ്ഞു എന്ന് ഉറപ്പായിട്ടും തിലകൻ ചേട്ടൻ പറയും. സ്വന്തം സംഘടനയെ വിശ്വാസമില്ലാതെ എന്നെ അവർ തല്ലും കൊല്ലും എന്ന് പരസ്യമായി പത്രക്കാരോട് പറഞ്ഞിട്ട് ഈ മീറ്റിങ്ങിന് ചെന്നത് 2 ആൺമക്കളെയും കൊണ്ട് ചെന്നിട്ട് പോലും അത് പോരാഞ്ഞിട്ട് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വേണമെന്ന് എഴുതി കൊടുത്ത ആളാണ് തിലകൻ ചേട്ടൻ. അപ്പോൾ വേണമെങ്കിൽ എൻ്റെ നേരെയുള്ള ചാർജ് ഷീറ്റ് വായിക്കാം. ഇന്ന സംഗതി തൃപ്തികരമല്ല എന്ന് പറയാം. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തേത് ഇടവേള ബാബുവിൻ്റെ കാര്യമാണ്. 3-ാം തീയതിയിലെ കേരള കൗമുദിയിൽ 5-ാം തീയതിയിലെ മീറ്റിങ്ങിന് എന്നെ അമ്മയിൽ നിന്നും പുറത്താക്കുമെന്ന് ഇടവേള ബാബു പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവനെന്നൊക്കെ വിളിക്കാൻ തിലകൻ ചേട്ടന് കുഴപ്പമില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. എങ്കിലെന്തുകൊണ്ട് പത്രത്തിൽ വന്നത് നിഷേധിച്ചില്ല എന്ന് ഞാൻ ചോദിച്ചു. 2000 രൂപ തരുന്നത് കൊണ്ട് ആ അമ്മയ്ക്കെതിരെ ഒന്നും പറയരുത് എന്നാണ് പറയുന്നത്. അന്ന് കൈനീട്ട 2000 ആയിരുന്നു, ഇപ്പോൾ 5000 ആണല്ലോ. അപ്പോൾ 2000 രൂപ കൃത്യമായിട്ട് വാങ്ങുന്നുണ്ട്. അത് തരുന്നതുകൊണ്ട് നിൻ്റെയൊക്കെ അടിമയായി ഞാൻ നിൽക്കുമെന്ന് വിചാരിക്കരുത് എന്നാണ് തിലകൻ ചേട്ടൻ പറയുന്നത്. അതുകൊണ്ടാണ് അതവന് ഞാൻ എല്ലിൻ കഷ്ണം എന്ന് പേരിട്ടത്. ഇടവേള ബാബുവിന് എല്ലിൻ കഷ്ണം എന്ന് കിട്ടുന്നത്. അയാൾ ഒരു കണ്ടവൻ്റെ ഇറച്ചിയുടെ എല്ലിൻ കഷ്ണം തിന്നാൻ പോകുന്ന ആളല്ല. കുരയ്ക്കുകയും വാലാട്ടുകയും ഒന്നിച്ച് ചെയ്യുന്നത് ശരിയാണോ എന്ന് അജന്താലയം ചോദിക്കണമായിരുന്നു. കാരണം അവിടുത്തെ കൈനീട്ടം വാങ്ങിക്കും വേണം, അമ്മയെ തള്ളക്കും വിളിക്കണം, രണ്ടും കൂടെ ശരിയാവോ എന്ന് അജന്താലയം ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം ചോദിച്ചില്ല. അമ്മയുടെ 2000 വേണം, ഒപ്പം അമ്മയെ തെറി പറയും വേണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു മീറ്റിങ്ങിൽ ഇരിക്കാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ പറഞ്ഞു. അതേ ഇടവേള ബാബു അടക്കമുള്ളവർ. ഗണേശൻ ഇതിലൊന്നും പറഞ്ഞെന്ന് പുള്ളി പറയില്ല, പക്ഷേ ഗണേശനും ചേർത്താണ് പുള്ളി പറഞ്ഞത്. ഇവരൊന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരാണ്, അവരാരും ഇരിക്കാൻ പാടില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇത് പറഞ്ഞ ഉടൻ സിദ്ദിഖ് എണീറ്റു. നിങ്ങളാരാ ഇത് പറയാൻ? സിദ്ദിഖ് കമ്മിറ്റി മെമ്പറാണ്. അനാവശ്യം പറയരുത്, സംഭവം മാറും, നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇറങ്ങിപ്പോണം എന്ന് സിദ്ദിഖ് പറഞ്ഞു. സിദ്ദിഖിൻ്റെ അച്ഛനാകാനുള്ള പ്രായമുണ്ട് എനിക്ക്. എന്നിട്ട് സിദ്ദിഖ് ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. ഞാനും എണീറ്റു. കസർത്തിന് അല്ലെങ്കിൽ ഗുസ്തിക്ക് എണീറ്റു എന്നാണ് പുള്ളി പറയണേ. സിദ്ദിഖ് അതിനൊന്നും ആയിരിക്കില്ല എണീറ്റത്. അതിപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പറയാനാണ് ഞാൻ വന്നത്, അതിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്. നിങ്ങൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് സിദ്ദിഖ് പിൻവലിക്കണം. മോഹൻലാൽ പറയട്ടെ, ഞാൻ ഇറങ്ങിപ്പോകാം. അന്ന് ജനറൽ സെക്രട്ടറിയാണ് മോഹൻലാൽ. ലാലെന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആണെങ്കിലും മിതത്വം പാലിച്ചു. പക്ഷേ ലാലൊന്നും മിണ്ടിയില്ല. ഈ പ്രസിഡന്റോ ആര്, ഇന്നസെന്റ്, ജനറൽ സെക്രട്ടറിയോ മോഹൻലാൽ സിദ്ദിഖിനെ തടഞ്ഞില്ല. ഇതിനാണ് എന്നെ വിളിച്ചു വരുത്തിയതെങ്കിൽ ഈ യോഗത്തിന് ഞാനില്ല, ഞാൻ പോകാൻ എണീറ്റു. അപ്പോൾ ഗണേശനും മറ്റുള്ളവരും കൂടെ വന്ന് ചേട്ടാ പോവല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പിൻവലിക്കില്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നില്ലെന്ന് വീണ്ടും പറഞ്ഞു. ഞാൻ പിൻവലിക്കില്ല എന്ന് സിദ്ദിഖും പറഞ്ഞു. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സിദ്ദിഖെ എന്ന് പറഞ്ഞു. ഉടനെ എനിക്ക് ഖേദമുണ്ട് അങ്ങനെ പറഞ്ഞതില്ലെന്ന് സിദ്ദിഖ് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ഇരുന്നു. പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ പറയാൻ അവർ അനുവദിച്ചില്ല.
ഗണേഷ് കുമാറാണല്ലോ അമ്മ സംഘടന ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയമാണ് ഗണേശൻ്റെത്. അതാണ് ഗണേഷ് കുമാറിൻ്റെ മനസ്സിലും. മന്ത്രിയാകാനുള്ള പക്വത ഗണേഷ് കുമാറിന് ഇല്ല. തിലകൻ ഇപ്പം ജീവിച്ചിരിക്കണമായിരുന്നു. പിണറായി സർക്കാരിലെ ഏറ്റവും നല്ല ചലിക്കുന്ന മന്ത്രി എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറാണ്. ചരിത്രത്തിൽ ആദ്യമായി 11 കോടി രൂപ എന്തോ ആണ് മെനങ്ങാന്ന് കളക്ഷനായത്. എത്ര പുതിയ ബസ്സുകൾ, എന്തെല്ലാം തീരുമാനങ്ങൾ. തിലകൻ പറയുന്നത് ഗണേഷ് കുമാറിന് അതിനുള്ള പക്വതയില്ല എന്നാണ് പറയുന്നത്. ഇതാണ് തിലകൻ ഒരു പ്രശ്നം എന്ന് പറയാം. ചേട്ടാ പോകല്ലേ, നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞ് സമവായ ഒരു പാതയുണ്ടാക്കിയ ഗണേഷ് കുമാറിന് പക്വതയില്ല എന്നാണ് തിലകൻ പറയുന്നത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുലകുടി മാറാത്ത പയ്യൻ. എന്തു ഞാൻ പറയാൻ തുടങ്ങിയാലും അദ്ദേഹം എതിർക്കും. ഞാൻ രണ്ടാമതിരുന്ന ശേഷം എന്നെ പറയാൻ ആരും അനുവദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞത് യോഗം ഇവിടെ നിർത്താം എന്നായിരുന്നു. എന്നിട്ട് വേറൊരു ദിവസം കമ്മിറ്റി വയ്ക്കാം എന്നും പറഞ്ഞു. അന്ന് തീരുമാനിക്കാം എന്താണ് എന്ന് അന്ന് തീരുമാനിക്കാമെന്നാണ് ഇന്നസെൻ്റ് പറഞ്ഞത്. ഇന്നസെൻറ്റിൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് തിലകൻ്റെ ശിക്ഷ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി എന്ന് തിലകൻ തന്നെ പറയുന്നു. എല്ലാം ഈ മനസ്സിൽ മുൻ ധാരണ വെച്ചാണ് ചേട്ടൻ പെരുമാറുന്നത്. നമുക്കൊരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി മീറ്റിംഗ് കൂടാം, അന്ന് നമുക്ക് തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിലകനെതിരെ നടപടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് തിലകൻ പറയണേ. ഉടനെ സിദ്ദിഖ് എഴുന്നേറ്റു, ഇപ്പം തന്നെ തീരുമാനം പറയണം. എന്നിട്ട് ഇന്നസെൻറ്റിനോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ കാതി പറഞ്ഞു. അങ്ങ് ചെന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇപ്പം തന്നെ തീരുമാനമെടുക്കാം, അതുകൊണ്ട് ദയവായി തിലകൻ പുറത്തു പോകണം എന്ന് പറഞ്ഞു. ചേട്ടനുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞു എന്ന് സിദ്ദിഖ് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ എല്ലാവരോടുമായി പറഞ്ഞു, കഴിഞ്ഞ 54 വർഷത്തിനിടയിൽ ഇത്രയും മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല, ഞാൻ പോകുന്നു. അങ്ങനെയാണ് അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് എന്നാണ് തിലകൻ പറയുന്നത്. അവർ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, ചേട്ടൻ്റെ വശത്ത് ആരുമില്ലേ ചേട്ടാ എന്ന് ചോദിച്ചു. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരാൾ പോലും, മോഹൻലാൽ അടക്കം ഒരാളും അല്ലെങ്കിൽ ഇന്നസെൻ്റ് അടക്കം ഒരാളും ചേട്ടൻ്റെ പക്ഷത്തൊന്നും ചേട്ടൻ പറഞ്ഞതിനെ ഒന്നും ന്യായീകരിക്കുന്നില്ലല്ലോ എന്ന് അവർ ചോദിച്ചു. ഏവർ എന്ന് പുള്ളി പറയുന്നില്ല. അപ്പോൾ അവിടെ നെടുമുടി വേണു ഒറ്റ അക്ഷരം പറയാതെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നെടുമുടിയുടെ പേരിലുള്ള കുറ്റം. അപ്പോൾ എന്തായാലും ചോദിച്ചു, നെടുമുടി വേണുവിന് എതിരായിട്ടാണല്ലോ താങ്കൾ ആദ്യമായി സംസാരിക്കുന്നതെന്നോ എന്തോ ചോദിക്കാൻ ആദ്യമായി എത്തിയതും തിലകൻ പറഞ്ഞു. അതെ, അത് വ്യക്തമായതുകൊണ്ട് നെടുമുടി വേണുവിൻ്റെ വിചാരം പാല് കുടിക്കുന്നത് ആരും അറിയുന്നില്ല എന്നാണ്. നെടുമുടി വേണുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ലോബി പ്രവർത്തിച്ചിരുന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? അത് 1990-ലായിരുന്നു. ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞാൻ എടുത്തു. ചേട്ടാ, ഞാൻ MGR ആണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, MGR മരിച്ചു പോയല്ലോ എന്ന്. അല്ല, ഞാൻ സംഗീതം MGR, നമസ്കാരം പറഞ്ഞു. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനോട് എനിക്ക് വലിയ താല്പര്യമാണ്. എന്നിട്ടാണ് ഞാൻ MGR എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാകാതെ MGR ചത്തുപോയില്ലേ എന്ന് ചോദിച്ചത് കക്ഷി. ആലോചിക്കുക, എല്ലാം ഗുണ്ടാണ് സത്യത്തിൽ. ചേട്ടാ, ഞങ്ങൾ ഇന്നിവിടെ ഒരു കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ നിന്ന് തിലകനെ നിഷ്കാസനം ചെയ്യുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞാൻ ചോദിച്ചു, ആരായി ഞങ്ങൾ? തിരുവനന്തപുരത്തെ കുറച്ച് നായന്മാർ. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. MGR പറഞ്ഞത് ഇങ്ങനെയാണെന്ന്. തിരുവനന്തപുരത്ത് കുറേ നായന്മാർ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജാതി പറഞ്ഞു എന്ന് പറയരുത്, ഞാനൊരു ശ്രീ നാരായണീയനാണ്. ഈഴവനാണെന്ന് പറയാൻ എന്തോ പുള്ളിക്കൊരു കുറച്ചില്ല. ശ്രീ നാരായണീയനാണ് ഞാൻ. അതിലാരൊക്കെയാണ് എന്ന് ഞാൻ ചോദിച്ചു. ആ പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ നെടുമുടി വേണുവുമുണ്ട്. എന്താണ് സംഗതി? അത് നിങ്ങൾ അവാർഡെല്ലാം തുടർച്ചയായി കൊണ്ടുപോവുകയാണ്. 1982 മുതൽ 90 വരെയും നിങ്ങൾക്കാണ് അവാർഡുകൾ. അത് സത്യമാണ്. അന്ന് 2 അവാർഡുകൾ ഞാൻ മിസ് ചെയ്തു. ഒന്ന് ഏപ്രിൽ 18-ലെ, പിന്നെ പോയത് നാടോടി. അത് ഞാൻ ബൈപ്പാസ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് ആ 2 അവാർഡുകൾ ഏതോ പാവങ്ങൾക്ക് കൊടുത്തത് എന്നുള്ള ടോണിലാണ് തിലകൻ പറയുന്നത്. ഇപ്പം തന്നെ ഞാനൊരു കാര്യം പറയാം. തിലകനെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ തിലകൻ പറഞ്ഞ ഈ ഗുണ്ട്.
1982 മുതൽ 2000 വരെ, അല്ലെങ്കിൽ 1990 വരെ തിലകൻ അവാർഡെല്ലാം അടിച്ചു മാറ്റിയതിനാലാണ് നായന്മാർ ഒതുക്കാൻ തീരുമാനിച്ചത് എന്നാണല്ലോ തിലകൻ ചേട്ടൻ പറഞ്ഞത്. 1982 യവനികയിലൂടെ മികച്ച സഹനടൻ്റെ അവാർഡ് തിലകൻ ആദ്യമായി സംസ്ഥാന അവാർഡ് വാങ്ങി. അതിനു മുമ്പ് തന്നെ നെടുമുടി വേണു മികച്ച നടൻ്റെയും മികച്ച സഹനടൻ്റെയും അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. 83 കൂടെവിടയിൽ അഭിനയിച്ച റഹ്മാനായിരുന്നു സഹനടൻ. 84 ഏപ്രിൽ 18 അഭിനയിച്ച അടൂർ ഭാസിയായിരുന്നു മികച്ച സഹനടൻ. 85 തിലകൻ ഇരകൾ എന്ന് പറഞ്ഞ ചിത്രം ബാലുമഹേന്ദ്രയുടെ യാത്രയിലൂടെയും സഹനടനായി. 86 തിലകനും നെടുമുടി വേണുവും കൂടി അവാർഡുകൾ പങ്കിട്ടു. തിലകന് പഞ്ചാഗ്നിയും നെടുമുടി വേണുവിന് താളവട്ടവും. 87 നെടുമുടി വേണു മികച്ച നടൻ്റെ സംസ്ഥാന അവാർഡ് വാങ്ങിയപ്പോൾ തിലകൻ തനിയാവർത്തനത്തിലൂടെ സഹനടനായി. 88 തിലകനും 89 ഇന്നസെൻറ്റും 90 മുരളിയുമായിരുന്നു മികച്ച രണ്ടാമത്തെ നടന്മാർ. ആ 10 വർഷം അല്ലെങ്കിൽ 8 വർഷക്കാലത്താണ് പുള്ളി പറഞ്ഞത് 8 വർഷവും തുടർച്ചയായിട്ട് ഞാനാണ് വാങ്ങിച്ചതെന്ന്. ഇതാര് വിശ്വസിക്കുമെന്ന് തിലകൻ ചേട്ടൻ ആലോചിക്കുകയില്ല. ഇങ്ങനത്തെ ഗുണ്ടുകൾ ഒരുപാട് തിലകൻ ചേട്ടൻ അടിക്കും. 94 വീണ്ടും നെടുമുടി വേണു രണ്ടാമത്തെ നടനായി തേന്മാവിൻ കുമ്പത്ത്. പിന്നെ 98 തിലകൻ ചേട്ടൻ സഹനടനാകുന്നത്. എന്നാൽ നെടുമുടി വേണു 2003 വീണ്ടും മികച്ച ഒന്നാമത്തെ നടനായി. ഇതാണ് തിലകൻ ചേട്ടൻ്റെ മനസ്സിലെ ഒരു എന്താ പറയുക, ഒരു കുരുക്ക്, അല്ലെങ്കിൽ നെടുമുടിയോടൊരു പുച്ഛം, അല്ലെങ്കിൽ നെടുമുടിയോടൊരു ദേഷ്യമുള്ളത് ഇതുകൊണ്ട് മാത്രമാണ്. കാരണം നെടുമുടി മികച്ച നടനും മികച്ച രണ്ടാമത്തെ നടൻ്റെയും അവാർഡുകൾ തുടർച്ചയായിട്ട് വാങ്ങിക്കുന്നതാണ് പ്രശ്നം. ഇത് ചരിത്രമായി മുന്നിലുള്ളപ്പോഴാണ് 82 മുതൽ 90 വരെ തുടർച്ചയായി നിങ്ങൾക്കാണ് സഹനടൻ്റെ അവാർഡ് എന്ന് MGR പറഞ്ഞതും ഇദ്ദേഹം വിശ്വസിച്ചതും. ലോഹിതദാസിൻ്റെ തനിയാവർത്തനത്തിൽ വീണ്ടും സഹനടനായി 87 അവാർഡ് നേടിയപ്പോൾ വീണ്ടും തിലകൻ അവാർഡുകൾ വാരിക്കൂട്ടുകയാണെന്ന് നാന എഴുതിയത്രേ. അപ്പം നാനയായിട്ട് പുള്ളി ഭയങ്കര ഉടക്കാണല്ലോ. ലോഹിതദാസിനെ കുറിച്ച് നാന വളരെ മോശമായി എഴുതി കളഞ്ഞു എന്നാണ് തിലകൻ ചേട്ടൻ പറയുന്നത്. ലോഹി ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നെ നാന മോശമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന്, ഞാൻ വായിച്ചിട്ടുമില്ല. പക്ഷെ തിലകൻ ചേട്ടൻ പറയുന്നു ലോഹിയെ നാനയ്ക്ക് കണ്ടുകൂടായിരുന്നു. തിലകനും നാനയുമായി എന്നും ഉടക്കായിരുന്നു. സെറ്റ് കവർ ചെയ്യാൻ നാന വന്നാൽ അവരെ ക്ഷണിച്ചിട്ടാണല്ലോ വരുന്നത്. ഞാൻ അഭിനയിക്കില്ല എന്ന് തിലകൻ വാശി പിടിക്കുമായിരുന്നു. ഞങ്ങൾ വിളിച്ചിട്ടാണ് അവർ വന്നത് എന്ന്, നിങ്ങളതിൽ ഇടപെടണ്ട എന്ന് ചില നിർമ്മാതാക്കളെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേട്ടനെ പിണക്കണ്ട എന്ന് തീരുമാനിച്ച് അവരെ റൂമിലാക്കിയിട്ട് നാളെ എടുക്കാം കേട്ടോ, നാളെ തിലകൻ ചേട്ടൻ ഇവിടെ വർക്കില്ല, നാളെ നമുക്ക് അറിയാമെന്ന് കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. വെണ്ടൻ ഡാനിയലിൻ്റെ സെറ്റിൽ ഇതുപോലെ വാചകം അടിച്ചപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞു ബിഗ്ഗൊക്കെ ഊരിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ അവരൊരു സ്റ്റില്ല് പോലും എടുക്കില്ല, അവർ ഈ സെറ്റിൽ പാടില്ല. അവസാനം ഞാൻ അവർ പല്ലിശ്ശേരിയാണ് ആൾ, പല്ലിശ്ശേരി പോകുമോ, പല്ലിശ്ശേരി പറഞ്ഞ് നിങ്ങൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്, അയാളാര് പോവല്ലെന്ന് പോകണമെന്ന് പറയാൻ, അയാളെ വിളിച്ചാൽ ഞങ്ങൾ വരില്ലല്ലോ. അവസാനം വളരെ നേരം തന്ത്രപരമായി സംസാരിച്ച് പല്ലിശ്ശേരിയും കൊല്ലം മോഹനെയും കൊണ്ടുവന്ന് റൂമിലാക്കി. പിറ്റേ ദിവസം തിലകൻ ചേട്ടൻ വർക്ക് വെച്ചില്ല, പകരം അവരെ സെറ്റിൽ കവർ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. ജാതകത്തിൽ അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനയിൽ തന്നെ അതിൻ്റെ മറുപടി കൊടുക്കണമെന്ന്, ഏത് ലോഹിതദാസിനെ കുറിച്ചുള്ളതിന്, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. ലോഹിതദാസിനെ കുറിച്ച് വിമർശനം വന്നാൽ ഞാൻ അഭിനയിക്കില്ല എന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞത് എന്തിനാ? പ്രൊഡ്യൂസർ പറഞ്ഞത് ഞങ്ങൾ മറുപടി അയച്ചു, അവർ കൊടുത്തില്ല എന്നാണ്. വേറൊരു പത്രത്തിൽ മറുപടി കൊടുക്കാം എന്നവർ പറഞ്ഞ് എന്നെ സമ്മതിപ്പിച്ചു. ഞാൻ അഭിനയിച്ചു, അതിൻ്റെ അവാർഡും എനിക്ക് കിട്ടി. ലോഹിതദാസിനെ കൊണ്ട് തിലകൻ അവാർഡ് വാങ്ങിക്കുന്നു എന്ന പരാതിയിലേക്ക് നാന മാറി. അങ്ങനെയാണ് നായന്മാർ യോഗം കൂടാൻ തീരുമാനിച്ചത്. ഈ യോഗമാണ് അമ്മ സംഘടനയായി മാറിയത്. 100% തിലകൻ ചേട്ടൻ കള്ളാ പറയണേ. സുരേഷ് ഗോപി സിറ്റി പോലീസിൻ്റെ സെറ്റിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എടുത്ത സീൻ നന്നായില്ല. പിറ്റേ ദിവസം പറഞ്ഞ് ആ സീൻ ഒന്നുകൂടെ റീഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. വേണുപി നായർ എന്ന് പറഞ്ഞ നവാഗതനായ സംവിധായകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വിവരം കല്ലു ഡെന്നീസിനെ അറിയിച്ചു. അദ്ദേഹം വണ്ടിയെടുത്ത് നേരെ ലൊക്കേഷനിലെത്തി. BTHൻ്റെ എവിടെയാണ് ഷൂട്ടിങ്. വന്നിട്ട് സുരേഷ് ഗോപി ചോദിച്ചു എന്താ നീ ഒരു സീൻ റീടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് സമ്മതിക്കാത്ത? അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ജോഷിയോടാണെങ്കിൽ നീ ഇങ്ങനെ പറയുമോ, പോയി അഭിനയിക്കടാ എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി അഭിനയിച്ചിട്ട് തിരിച്ച് വരാൻ നേരത്ത് തമിഴിൽ മുടിയെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, തെറി, മലയാളത്തിൽ തെറിയായ, അത് പറഞ്ഞിട്ട് പറഞ്ഞു ഈ പടം വീണ്ടും ഒരു തെറി പറഞ്ഞു.
അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതാണ്. അയാൾ നായകനാവുന്ന പടം പൊട്ടിപ്പൊളിയുമെന്നാണ് അയാൾ പറയുന്നത്. ഇത് പാലമറ്റ മജീദ് എന്ന് പറഞ്ഞ നിർമ്മാതാവ് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അയാൾ നേരെ ചെന്ന് കല്ലൂർ ഡെനിസിനോട് പറഞ്ഞു, ഇങ്ങനെ അയാൾ ഈ വാചകം ഇങ്ങനെ അടിച്ചു, ഈ പടം പൊട്ടുമെന്ന് ചീത്ത പറഞ്ഞുകൊണ്ട് പറഞ്ഞു. കല്ലൂരിലെ ആൾ നേരെ അങ്ങോട്ട് നിന്നിട്ട് അവൻ വിളിച്ച അതേ ചീത്ത മുഖത്ത് നോക്കി വിളിച്ചിട്ട്, നീ ഉണ്ടാക്കോടാ മറ്റവനെ എന്ന് പറഞ്ഞു ഒരു വള്ളം കൊടുത്തു. കല്ലൂർക്കാർക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. കല്ലൂരിൻ്റെ മനസ്സിൽ അതൊരു വലിയ വേദനയായി. അദ്ദേഹം ഡെന്നിസ് ജോസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് തിരക്കഥാകൃത്തുക്കൾക്ക് ഒരു യൂണിയൻ ഉണ്ടാക്കണം, ഈ താരങ്ങളെന്ന് പറഞ്ഞവന്മാരെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു. അത് ചർച്ച ചെയ്ത് ജോർജ് സാറിൻ്റെ അടുത്തെത്തി പുള്ളി പറഞ്ഞു സംവിധായകരോട് കൂട്ടാമെന്ന്. ആ ചർച്ച പുരോഗമിച്ചപ്പോൾ ടെക്നീഷ്യന്മാരെ എല്ലാം കൂട്ടാമെന്നായി. അങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്. മാറ്റം മലയാള സിനിമയിൽ ശക്തമായൊരു സംഘടനയായി മാറിയപ്പോൾ അത് പാടില്ല, നമുക്കും ഒരു സംഘടന വേണമെന്ന് ഗണേശൻ്റെ തലയിൽ ബുദ്ധി ഉദിക്കുന്നു. അങ്ങനെയാണ് അമ്മ ഉണ്ടാകുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഈ നായന്മാരെല്ലാം കൂടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ, ഒരാൾ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ MGRനോട് ചോദിച്ചു, എന്നോട് എന്തിനാണ് ഇത് നിങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ MGR പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായതുകൊണ്ട് പറഞ്ഞതാണ്, നായന്മാരെല്ലാവരും കൂടി നിങ്ങളെ ഒതുക്കും. ഇത് തോന്നലുകളിൽ ജീവിക്കുന്ന ചേട്ടനെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഒരുപാട് കഥകൾ എനിക്കറിയാം. പുള്ളി ഇല്ലാത്ത കഥകൾ മനസ്സിൽ ചിന്തിച്ച് കൂട്ടി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെ അപ്പോൾ MGR അങ്ങനെയാണ് പറഞ്ഞത്. ശരിക്കും MGR വിളിച്ചിരിക്കില്ല, അഥവാ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തിലകനെ ഒന്ന് വട്ടാക്കാമെന്ന് തീരുമാനിച്ചതാകുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. മരിക്കുന്നതുവരെയും തിലകനെതിരെ നെടുപടി വേണു ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഈ മോശം വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ടും പിന്നെയും തിലകനോടൊപ്പം നെടുപടി വേണു അഭിനയിച്ചു. ലോഹിതദാസ് മോഹൻലാൽ പ്രണവം ആർട്സിൻ്റെ പേരിൽ നിർമ്മിക്കുന്ന ഹിസൈനസ് അബ്ദുള്ള എഴുതി, താരങ്ങളെല്ലാം ഫിക്സ് ചെയ്തു, ഷൂട്ടിങ്ങും കഴിഞ്ഞു, പടം വലിയ വിജയമായി. അപ്പോൾ തിലകൻ ചേട്ടൻ അടുത്ത ഗുണ്ടിറക്കി. ഉദയവർമ്മ തമ്പുരാനായി നിശ്ചയിച്ചിരുന്നത് എന്നെയാണ്. നെടുപടി വേണു ആ വേഷം തട്ടിയെടുത്തു എന്നാണ് പരസ്യമായിട്ട് തിലകൻ ചേട്ടൻ പറഞ്ഞത്. ഹിസൈനസ് അബ്ദുള്ളയിലെ ഉദയവർമ്മ തമ്പുരാനെ നിങ്ങൾക്ക് അറിയാമല്ലോ. നായരല്ലാത്ത സിബി മലയിലാണ് സംവിധായകൻ. നായരല്ലാത്ത ലോഹിതദാസാണ് അബ്ദുള്ളയുടെ തിരക്കഥാകൃത്ത്. അദ്ദേഹം പിന്നെ സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെയായി വളർന്നു. ലോഹിതദാസിനെ സിബി മലയിലിന് ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത് തിലകൻ ചേട്ടനാണ്. അത് ആ നന്ദി എന്നും ലോഹിക്കുണ്ടായിരുന്നു. ഞാനിത് സ്വയംവരപ്പന്തൽ നടക്കുന്ന സമയത്ത് ലോഹിതദാസിനോട് ചോദിച്ചു, ചേട്ടൻ അങ്ങനെയൊക്കെ പറയും. ലോഹി പറഞ്ഞതാണ്, ചേട്ടൻ അങ്ങനെയൊക്കെ പറയും, ദിനേശാണ് ഹിസൈനസ് അബ്ദുള്ള ചെയ്തതെന്ന് വെച്ചോ, ഉദയവർമ്മയായി തിലകൻ ചേട്ടനെ ദിനേശാണെങ്കിൽ വയ്ക്കുമോ എന്ന് ചോദിച്ചു. സ്വയം തോന്നുന്നതിൽ നിന്ന് പറയുന്നതാണ് ഇതൊക്കെ എന്നാണ് ലോഹി എന്നോട് പറഞ്ഞത്. തിരക്കഥാകാരനായിരുന്ന ലോഹി സംവിധാനം ചെയ്ത ഒരു സിനിമയിലും സിബി മലയിലിനെ പരിചയപ്പെടുത്തി കൊടുത്ത തിലകൻ ചേട്ടൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നിട്ടും ഞാൻ ശ്രീനാരായണീയൻ, നായന്മാർ, പ്രത്യേകിച്ച് നെടുപടി വേണു എന്ന നായർ എന്നെ ഒതുക്കാൻ വെട്ടാൻ നോക്കിയെന്ന് ആധികാരികമായി മരിക്കുന്നതുവരെയും തിലകൻ ചേട്ടൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അമ്മ, ഫിഫ്ക നിർമ്മാതാക്കൾ തിലകനെ ബാർ ചെയ്തപ്പോൾ ആദ്യം ഒഴിവാക്കിയ സിനിമ ഒരു ശ്രീനാരായണീയൻ സംവിധാനം ചെയ്ത് ഒരു മുസൽമാൻ നിർമ്മിച്ച സിനിമയായിരുന്നു ദുബായ്. വിലക്ക് നിൽക്കുമ്പോൾ ഞാനൊരു തിരക്കഥ എഴുതി, ഈ വേഷം തിലകൻ ചേട്ടൻ ചെയ്താൽ മാത്രമേ നന്നാവൂ, ഈ കഥ തിലകൻ ചേട്ടൻ ഇല്ല എങ്കിൽ എനിക്ക് മാറ്റേണ്ടി വരും എന്ന് ഒരു നായർ സംവിധായകൻ പറഞ്ഞപ്പോൾ, അദ്ദേഹം വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യൂ എന്ന് ഉപദേശിച്ച ഫിഫ്ക നേതാവ് ഒരു നായരാണ്. എന്നിട്ടും മരിക്കും വരെ നായരെ ചീത്ത വിളിച്ച് സംതൃപ്തി നേടിയ ആളായിരുന്നു തിലകൻ. രഞ്ജിത്താണ് സംവിധായകൻ. എഴുതി വന്നപ്പോൾ തിലകൻ ചേട്ടൻ ചെയ്താൽ നന്നാവും, തിലകൻ ചെയ്തില്ലെങ്കിൽ ആ സബ്ജക്റ്റ് കളയണം, ധൈര്യമായിട്ട് ചെയ്യുന്നേ, അദ്ദേഹം വില്ലിങ് ആണോ നോക്ക് എന്ന് പറഞ്ഞത് ബി ഉണ്ണികൃഷ്ണനാണ്. ആദ്യ സിനിമ കൊടുത്തതാണെങ്കിൽ ഒരു നസ്രാണിയാണ്. ദേശീയ പുരസ്കാരം നേടിയത് നായരായ MG എഴുതിയത്. സംവിധാനം ചെയ്ത അജയനും നായരാണ്. എന്നിട്ടും തിലകൻ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒട്ടും മാറിയില്ല. വളരെ ദീർഘമുള്ള ഒരു അഭിമുഖമാണ് അയന്താലയ മൈക്കുമാർ എടുത്തത്. ഒരു എപ്പിസോഡിലൊന്നും അത് നിൽക്കില്ല. ഇത് തന്നെ ഒരു 10-50 മിനിറ്റ് വരും തോന്നും. ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ബുധനാഴ്ച പറയാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തതിൽ മമ്മൂട്ടിയൊക്കെയാണ് പുള്ളി ഭരിക്കുന്നത്. അതും രസകരമാണ്.
അത് നമുക്ക് ബുധനാഴ്ച കാണാം. നന്ദി, നമസ്കാരം.